ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഒരു നാടൻ സ്റ്റൈലിലൊരു മുട്ട ഓംലേറ്റാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ വന്നത്. അതിനായി കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക്, ആവശ്യത്തിന് കുരുമുളക്, ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി മുതിച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലൊന്നും ആക്കണ്ട, ചെറുതായി ഒന്ന് മുതിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ നന്നായി മുതിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇത് കിട്ടേണ്ടത്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്യണം. നല്ല പതഞ്ഞ് വരുന്ന വിധത്തിൽ ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലേ നമ്മൾ മുട്ട ഓംലേറ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം നമുക്കിത്. അപ്പോൾ ഞാനിത് നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ദോശക്കല്ല് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ തൂവി കൊടുക്കാം. എന്നിട്ട് കുറച്ചായിട്ട് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി അത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടി നല്ലോണം കരിഞ്ഞു പോകും. ഒരു ഭാഗം നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള മുട്ട ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്